ജോൺ ജോസഫ് തയ്യിലിന്റെ 90-ാം ജന്മദിനാഘോഷം ചെറുപുഴ ലയൺസ് ഹാളിൽ നടന്നു. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. പയ്യന്നൂർ കോളേജ് ഭരണസമിതി ജനറൽ സെക്രട്ടറിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ജോൺ ജോസഫ് തയ്യിലിന്റെ 90-ാം ജന്മദിനാഘോഷം ചെറുപുഴ ലയൺസ് ഹാളിൽ നടന്നു. നവതി ആഘോഷത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും വിവിധ സംഘടനാ ഭാരവാഹികളും ഉൾപ്പെടെ ധാരാളം പേർ പങ്കെടുത്തു. കുടുംബാംഗങ്ങളും കോൺഗ്രസ് പാർട്ടി നേതാക്കളും പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി, പാടിയോട്ടിയാൽ സർവീസ് സഹകരണ ബാങ്ക്, ലയൺസ് ക്ലബ്, വിക്ടറി ക്ലബ്, അയൽക്കാർ തുടങ്ങിയവർ അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു. 1935 ഫെബ്രുവരി 26-നാണ് തയ്യിൽ ഉലഹന്നാന്റെയും അന്നമ്മയുടെയും മകനായി ജോൺ ജോസഫ് തയ്യിൽ ജനിച്ചത്. 1957 മലബാറിലേക്ക് കുടിയേറി. കർഷകനായും സാമൂഹ്യ പ്രവർത്തകനുമായി സജീവമായി. ശ്രാമ്പേക്കൽ കുടുംബാംഗം കുട്ടിയമ്മയാണ് ഭാര്യ. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ, പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ VM സന്തോഷ്, പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് KK സുരേഷ് കുമാർ, പാടിയോട്ടിയാൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കുട്ടിച്ചൻ തുണ്ടിയിൽ, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, ചെറുപുഴ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ബാബു, ചെറുപുഴ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ബോബൻ ജോസഫ്, വിക്ടറി ക്ലബ് അംഗം ബേബി മാങ്കോട്ടിൽ, തയ്യിൽ കുടുംബ കൂട്ടായ്മ സെക്രട്ടറി ജെയിംസ് ടി തയ്യിൽ, ചൊവ്വാറ്റൂന്നൽ കുടുംബാംഗം അഡ്വക്കേറ്റ് തോമസ്, സാന്ദ്ര സിനോ, ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TP ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. TA ജോസഫ് രാമപുരത്തിന്റെ മാജിക് ഷോയും ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് മാത്രമല്ല, എൻ്റെ താങ്ങും തണലുമായി എന്നും ഒരു നിഴൽ പോലെ എൻ്റെ ജ്യേഷ്ഠനായി മുമ്പിൽ നടന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കോളേജിലെ ഡയറക്ടറാകുമ്പോഴും, ബാങ്കിലെ ഡയറക്ടറാകുമ്പോഴും, വായനശാലയിലെ വായനക്കാരനാകുമ്പോഴും, കോൺഗ്രസിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി എന്നോടൊപ്പം എല്ലാ രംഗത്തും ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ എല്ലാ വേദിയിലും പങ്കെടുത്ത വ്യക്തികളാണ്. അതിൽ ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ അപ്പച്ചനോടൊപ്പം എത്താതിരുന്നുള്ളൂ. 57 മലബാറിൽ കുടിയേറ്റത്തിൽ വന്ന് ഇടവരമ്പലി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർണാടക ഫോറസ്റ്റിൽ നിന്ന് ആന കയറി വരുന്ന ഇടവരം പ്രദേശം, ആ പ്രദേശത്ത് എല്ലാത്തിനെയും വകവെക്കാതെ കൃഷിപ്രവൃത്തിയുമായി മുന്നോട്ട് പോയ ഒരു മാതൃകാ കർഷകൻ എന്ന ആ ബഹുമതി അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. കൊള്ളാലോ, ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ ആണോ? ഈ ഉയർന്നു വരുന്ന സ്വർണ്ണവില കാരണം സ്വർണം മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പോലും സ്വർണം മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ ഇനി സ്വർണത്തിന്റെ വില അറിയാനായിട്ട് നിങ്ങൾ ന്യൂസ് പേപ്പർ നോക്കേണ്ട ആവശ്യമില്ല. പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഈ 16 മുതൽ 21 വരെ ദ ബിഗ്ഗസ്റ്റ് ചെയിൻ ഫെസ്റ്റ് ആരംഭിക്കാൻ പോവാം. ചെയിനുകൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട് വരുന്നത്. അവരുടെ ഓഫർ കേട്ടല്ലോ, ഇനി അവരുടെ കളക്ഷൻസും കൂടെ ഒന്ന് കണ്ടാലോ.